ഈ ആഴ്ച തിയേറ്റർ ഉടമകൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. മെയ് മാസവും ഏപ്രിൽ അവസാനവും തിയേറ്ററിലെത്തിയ സിനിമകൾക്കൊന്നും വലിയ അഭിപ്രായം നേടിയെടുക്കാൻ സാധിക്കാത്തതിനാൽ വലിയ ഓളമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രേക്ഷകർ എത്തേണ്ട ഒരു സമയമാണല്ലോ ഈ ഒരു മെയ് മാസം. എന്നാൽ അത്തരം പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കാൻ കപ്പാസിറ്റിയുള്ള സിനിമകൾ തിയേറ്ററിൽ ഇല്ല എന്നതാണ് ഇപ്പോൾ തിയേറ്റർ ഉടമകൾ നേരിടുന്ന പ്രധാന പ്രശ്നം. നല്ല രീതിയിൽ ആളുണ്ടായിരുന്ന സിനിമയാണല്ലോ ആവേശം. ആ ഒരു ചിത്രം പെട്ടെന്ന് തന്നെ OTTയിൽ റിലീസായ തിയേറ്റർ ഉടമകളെ ബാധിച്ചിട്ടുണ്ട്. OTTയിൽ റിലീസാവുന്ന തലേ ദിവസം വരെ ആവേശം എന്ന ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 75 ലക്ഷത്തിനും 1 കോടിക്കും ഇടയിലുള്ള കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് OTTയിൽ റിലീസായത് തിയേറ്റർ ഉടമകളെ നല്ല രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മെയ് 16 തിയേറ്ററിൽ എത്തുന്ന ഗുരുവായൂർ അമ്പലനടയിൽ, മെയ് 23 തിയേറ്ററിൽ എത്തുന്ന മെഗാസ്റ്റാറിന്റെ ടർബോ എന്ന ചിത്രത്തിലുമാണ് ഇപ്പോൾ തിയേറ്റർ ഉടമകളുടെ പ്രതീക്ഷ. ഇന്നലെ ആയിരുന്നല്ലോ ടർബോ ചിത്രത്തിന്റെ ട്രെയിലർ റിലീസായത്. ട്രെയിലറിന് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വരവേൽപ്പ് തന്നെയാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ട്രെയിലർ ഏകദേശം 3 മില്യണിന് മുകളിൽ വ്യൂസ് ആയി കഴിഞ്ഞു. ലൈക്കുകളുടെ കാര്യത്തിലും അതുപോലെ കമന്റ്സിന്റെ കാര്യത്തിലെല്ലാം ടർബോ ട്രെയിലർ വളരെ അധികം മുന്നിൽ തന്നെയാണ്. വേൾഡ് വൈഡ് 50-ൽ കൂടുതൽ രാജ്യങ്ങളിൽ, അതുപോലെ കേരളത്തിൽ 400-ൽ കൂടുതൽ സ്ക്രീനിലാണ് ആദ്യ ദിവസം ടർബോ എന്ന ചിത്രം എത്താൻ വേണ്ടി പോകുന്നത്. നല്ലൊരു ഹൈപ്പിലേക്ക് എത്താൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. ഇനി സിനിമയ്ക്ക് ജസ്റ്റ് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയാൽ പടം കയറിക്കൊളുത്തു. മലയാള സിനിമയ്ക്ക് ലഭിക്കാൻ പോകുന്ന മറ്റൊരു 100 കോടിയായിരിക്കും ടർബോ എന്നാണ് പലരുടെയും അവകാശവാദം. അത് തള്ളി പറയാൻ സാധിക്കില്ല. ബിഗ് ബഡ്ജറ്റിൽ മികച്ച ക്വാളിറ്റിയിൽ തന്നെയാണ് ട്രെയിലർ കാണുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു 100 കോടിയല്ല 180 കോടി അടിച്ചാലും അത്ഭുതപ്പെടാനില്ല. ഔട്ട് ആൻഡ് ഔട്ട് ഫുൾ ലെങ്ത് പ്രേക്ഷകരെ എൻഗേജിംഗ് ആക്കി നിർത്തുന്ന രീതിയിലുള്ള ഒരു സിനിമയായിരിക്കും ടർബോ. ടർബോയുടെ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? സിനിമ 100 കോടി അടിക്കാനുള്ള ചാൻസ് ഉണ്ടോ? ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. ഓക്കെ, ബൈ.